ഇന്ന് നമ്മൾ സെയിലിൽ കൊടുക്കുന്നുള്ളത് ഹോണ്ടയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒന്ന് മിനി XUV സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനം, ഒരു സെഡാൻ സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനവുമായിട്ടാണ് കേട്ടോ. രണ്ടായിരത്തി 18 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും അടങ്ങിയ ഒരു വാഹനമാണ്. കമ്പനി ആലോചിച്ച് വരുന്നുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 4 കടുപുത്തൻ ടയർ ഭാഗങ്ങൾ എന്ന് തന്നെ പറയാം കേട്ടോ. മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ്. അതേപോലെ സെഡാൻ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന മൈൻ്റനൻസ് വളരെ കമ്മിയുള്ളൊരു വാഹനം തന്നെ. ഇത് പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. 2016 മോഡലാണ് വരുന്നത് കേട്ടോ. അത് ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ 4 ഓണർഷിപ്പ് ആയിട്ടുണ്ടെങ്കിലും വെറും 61,000 കിലോമീറ്റർ ജെനുവിൻ സർവീസിലൊരു വാഹനമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഈ വാഹനം വരുന്നത്. ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 80-90% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത, ഫ്ലഡ് ഇല്ല എന്നുള്ളതും നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. മെക്കാനിക്കൽ പരമായിട്ട് നിങ്ങൾക്ക് 100% ഈ 2 വണ്ടികളും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ് കാര്യങ്ങൾ, മേജർ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷനും ഈ 2 വാഹനങ്ങളുണ്ട് കേട്ടോ. അത്രയും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ്. ഈ ഹോണ്ട സിറ്റി 2016 മോഡൽ നിലവിൽ 4 ഓണർഷിപ്പ് എന്നുള്ളൊരു പോരായ്മ മാത്രമേ വാഹനത്തിനുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഷോറൂം കണ്ടീഷനാണ്. ഒരു മെറ്റാലിക് കളറിലാണ് ഇതിൻ്റെ കളർ വരുന്നത്. അതേപോലെ തന്നെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ എങ്ങനെയാണോ അതേ കണ്ടീഷനിലാണ് ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തിയിലാണ് ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ സൈഡ് ലൈനപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി തന്നെ അറിയും. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നിലവിൽ സ്ക്രാച്ച്, മേജർ സ്ക്രാച്ച്, ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ വരുന്നത്. എക്സ്ട്രാ നമ്മളൊരു ഡിക്കി സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വി ഓപ്ഷനാണ് വരുന്നത്. വി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡിൻ്റെ നേരെ താഴെയാണ് വരുന്നത് കേട്ടോ. സൺറൂഫ് വരുന്നില്ല, ബാക്കിയുള്ള എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ്. മേജർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വാഹനമാണ്. ഈ ഭാഗത്തൊക്കെ നമ്മൾ എക്സ്ട്രാ ഒരു ക്രോം വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ക്വാളിറ്റി എന്ന് പറയാം. അത്രയും നീറ്റാണ് ക്വാളിറ്റിയിലാണ് ഇൻറ്റീരിയർ ഭാഗങ്ങൾ വരുന്നത്. ഒരു നിലവിലെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അതേപോലെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. എവിടെയും ഒരു നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. കമ്പനി സെറ്റ് വരുന്നുണ്ട്. ടച്ച് ഓട്ടോമാറ്റിക് ക്ലൈമറ്റാണ് വരുന്നത്. ടച്ച് സ്ക്രീനാണ് വരുന്നത്. അത് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി തന്നെ പറയാം. കമ്പനി സെറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ടച്ച് സ്ക്രീനാണ് വരുന്നത്. അതേപോലെ സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ അല്ല സീറ്റ് കവർ ഒറിജിനൽ ലെതർ സീറ്റ് കവറാണ് ഉള്ളത്. ഒരു സ്ക്രാച്ച്, ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച് വരെ സീറ്റ് കവറുമ്പോൾ എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. അത്രയും ക്വാളിറ്റിയിലാണ് സീറ്റ് കവേഴ്സൊക്കെ ഉള്ളത്. കമ്പനി ഇറങ്ങുമ്പോൾ അല്ല സീറ്റ് കവർ കേട്ടോ. അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം. ഒരു 61,000 കിലോമീറ്റർ ഓടിയൊരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ ബാക്ക് സീറ്റ് കവർ നോക്കുകയാണെങ്കിലും ഏതൊരു ഭാഗത്തും ഒരു സ്ക്രാച്ച് പോലും ഈ വാഹനത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയില്ല. പിന്നെ ഇൻറ്റീരിയർ ഭാഗത്താണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗത്താണെങ്കിലും ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. റിയർ AC വരുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം തരേണ്ടത്. ഈ വാഹനത്തിന് നിലവിൽ സെക്കൻഡ് ഗിയർ സർവീസ് ബുക്കൊക്കെ അവൈലബിൾ ആണ്. മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ഈ വാഹനം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 5,80,000 രൂപയാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം, നിലമ്പൂർ, കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇത് 2018 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ്. അത് സൺറൂഫ് വരുന്നിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ആലോചിച്ച് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സ് ഇറങ്ങിയ ഒരു വാഹനം തന്നെയാണ്. ഇത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 87,000 കിലോമീറ്ററാണ്. മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ് കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ഈ വാഹനത്തിന് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. നിങ്ങൾ കൊണ്ടുപോയിട്ട് മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ് കാര്യങ്ങൾ, അതേപോലെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നമുക്ക് മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ 4 കടുപുത്തൻ ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. യോക്കോമയുടെ ടയർ ഭാഗങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലുള്ള ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത്. ഏതൊരു ഭാഗത്തും മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളാണെങ്കിൽ നോക്കുകയാണെങ്കിലും ഡോർ പാഡ് കാര്യങ്ങൾ, അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്കയാണ്. സീറ്റ് കവേഴ്സൊക്കെ നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല. കമ്പനി വരുന്ന സീറ്റ് കവർ തന്നെയാണ് ഉള്ളത്.
ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ റിവേഴ്സ് ക്യാമറ ഉണ്ട്, അതേപോലെ പുഷ്പട്ട സ്റ്റാർട്ടാണ് വരുന്നത്, ക്രൂയിസ് കൺട്രോൾ, അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും ഈ വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലും ബാക്ക് സൈഡും കാണിക്കാൻ കഴിയും. സൺറൂഫ് കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പറയാം. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും മേജറായിട്ട് നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല. ഡെൻറ്റിങ് വർക്കോ ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് ചെയ്തിട്ടില്ല. ബാക്ക് ബമ്പറുകൾ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും മേജർ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല. ഈ സൈഡ് ബോഡി കാര്യങ്ങൾ ലൈനപ്പൊക്കെ പക്കയാണ് വരുന്നത് കേട്ടോ. ഈ രണ്ട് വാഹനങ്ങളും നിങ്ങൾക്ക് 80,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ കഴിയുന്ന വാഹനമാണ്. ഈ വാഹനം 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 7,75,000 രൂപയാണ്. അതേപോലെ ഇത് 2016 മോഡൽ 4 ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 61,000 കിലോമീറ്റർ ജെനുവിൻ സർവീസിലൊരു വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 5,75,000 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.